ചാക്കോച്ച ഒരു കാര്യം. അപ്പൊ നമ്മൾ ആ സിനിമയെ കുറിച്ച് ഒന്നുകൂടെ ചോദിച്ചാലേ, ആ സിനിമയുടെ ഒരു നേരത്തെ വന്ന സിനിമയെ കുറിച്ച് ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ ഒന്നിച്ചു പോയ ആ സിനിമ എന്നാ കേസോട് അല്ലേ, എന്നാ താൻ പോയി കേസോട്, അത് നല്ല സൂപ്പറായിരുന്നു. കാര്യം മലയാളത്തിലെ ആൾക്കാർ പലപ്പോഴും നാട്ടിൻപുറത്തൊക്കെ പറയുന്നത് താൻ പോയി കേസോട് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും? ഒരുപാട് രഹസ്യങ്ങൾ പറയാൻ പറ്റത്തില്ല. ഇതും നമ്മൾ മലയാളികൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളത്. പല പരിപാടികളും തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ദുരൂഹതകളുള്ള വാർത്തകൾ ലഭിക്കുന്ന ഒരു ഇടമാണ്. ഒന്നും ഇല്ലെങ്കിൽ തന്നെ ആ ബസ് പോയതിന്റെ ദുരൂഹത അന്വേഷിക്കുകയാണ് പോലീസ്. എന്തോ ദുരൂഹത അല്ലേ? പക്ഷെ അത് മിക്കവാറും വളരെ ഗൗരവമേറിയ രീതിയിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ മുമ്പ് കണ്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സിനിമകളുടെ ഒരു മേമ്പൊടിയായിട്ടുള്ള ഹാസ്യവും ആക്ഷേപഹാസ്യവും ഉറപ്പായിട്ടും ഉണ്ട്. അത് ഒരു ട്രേഡ് മാർക്ക് കാര്യമാണ്. പ്രത്യേകിച്ച് സറ്റയർ, സോഷ്യൽ സറ്റയർ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഉടനീളം ഈ സിനിമയിലുണ്ട്. അപ്പോൾ ഈ ദുരൂഹത എന്ന് പറയുന്നത് കുറച്ചുകൂടെ രസകരമായിട്ടുള്ള ദുരൂഹതകളുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ദുരൂഹതകളുള്ള, ഗൗരവമേറിയ ദുരൂഹതകളുള്ള ഒരു ദുരൂഹ സാഹചര്യം എന്നുള്ള സിനിമയാണ്. ചാക്കോച്ചന്റെ പ്രണയാതുരമായ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഇതിനകത്ത്? എല്ലാം ഉണ്ട്. ഇതിൽ നമ്മളൊരു ട്രെയിലറിൽ ചോദിക്കുമ്പോൾ എന്താണ് കഥ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ പറയുന്നുണ്ട് ആക്ഷൻ, അടി, പ്രേമം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ സിനിമയിലുള്ള കാര്യങ്ങൾ തന്നെ പുറത്ത് കാണിക്കാവുന്നതെല്ലാം കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.